ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കുത്തുബിയത്ത് അത് കൊണ്ടു നടക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ പരിഭാഷപ്പെടുത്തിയ മലയാള പരിഭാഷ. മരണപ്പെട്ടുപോയ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ 1000-ലധികം തവണ വിളിച്ച് സഹായം തേടുക എന്നുള്ള അടിസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു കർമ്മം. ഇതിൻ്റെ 77-ാമത്തെ പേജിൽ പറയുന്ന ബൈത്തുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം: മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദായി മാറിയാൽ പിന്നീട് ഈ ലോകത്തും പരലോകത്തും ഏതൊരു പ്രയാസത്തിൽ നിന്നും അയാൾക്ക് മോചനം ലഭിക്കുമെന്നൊരു വാഗ്ദാനം. ഈ ബൈത്തിൽ നമുക്കിങ്ങനെ കാണാം: ലം യബ്ലുഗു ഫീഹി മിൻ കുല്ലിൻ ഇലാ നിസ്ഫിൻ അൻജൈത കുല്ല മുരീദിൻ മുഹ്യിദ്ദീനി. അവരുടെ പ്രശംസകളൊന്നും മഹാനവറുകളുടെ പകുതി വിശേഷണത്തിൽ പോലും എത്തിയിട്ടില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അവറുകളെ, താങ്കൾ അങ്ങയുടെ എല്ലാ മുരീദുമാരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്നത് കാണാം: മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദന്മാരെല്ലാം എക്കാലവും അവിടുത്തെ സംരക്ഷണത്തിന് കീഴിലായിരിക്കും. ഐഹികവും പാരത്രികവുമായ സർവ്വ വിപത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഷെയ്ഖ് അവറുകൾക്ക് കഴിയും. അന്ത്യദിനം വരെ വരുന്ന തൻ്റെ മുരീദന്മാരെല്ലാം പശ്ചാത്താപത്തോടു കൂടിയല്ലാതെ മരണപ്പെടുകയില്ലെന്ന് ഹൗസുൽ ആലം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അതിങ്ങനെ ഇങ്ങോട്ട് വിശദീകരിച്ചിട്ട് അതിൽ പറയുന്നൊരു സംഭവം നമുക്ക് കാണാം. ഷെരീഫ് അബ്ദുൽ അബ്ബാസ് ദിമഷ്കി പറയുന്നു: എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഹൗസുൽ ആലമിൻ്റെ പരിചാരകനായ ഒരു മുരീദ് ഒരു രാത്രി 70 സ്ത്രീകളുമായി വ്യഭിചാരം നടത്തുകയും 70 തവണ സ്ഖലനമുണ്ടാവുകയും ചെയ്തതായി സ്വപ്നത്തിൽ കാണുകയുണ്ടായി. പ്രഭാതത്തിൽ അയാൾ ഈ വിവരം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ സന്നിധിയിൽ ചെന്നു. അയാൾ അങ്ങോട്ട് പറയും മുമ്പ് ഷെയ്ഖ് അവറുകൾ ഇങ്ങോട്ട് പറഞ്ഞു: ഇന്നലെ രാത്രിയുണ്ടായ സംഭവത്തെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. നീ 70 സ്ത്രീകളുമായി വ്യഭിചാരം നടത്തുമെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ ഞാൻ കാണുകയുണ്ടായി. അല്ലാഹുൽ മുസ്തആൻ. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ലൗഹുൽ മഹ്ഫൂദിൽ ഇത് കണ്ടു എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. തന്നെ നിമിത്തം അത് സ്വപ്നത്തിലാക്കി തരുവാൻ ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അതിനാലാണ് ഉണർവിലുണ്ടാകാൻ പോകുന്ന കാര്യം ഉറക്കത്തിൽ കലാശിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മുരീദിന് ഉണർവിൽ ഇത്തരത്തിലുള്ള തിന്മ സംഭവിക്കുമെന്ന് അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദിൽ കാണുകയും അതനുസരിച്ചിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് അദ്ദേഹം അത് ഉറക്കത്തിലാക്കി മാറ്റി എന്നാണ് അവകാശപ്പെടുന്നത്. ഷെയ്ഖ് അബുൽ ഹസൻ ഖുറൈശി പറയുന്നത് കാണുക. അവർ വീണ്ടും പറയുകയാണ്: നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനോട് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇപ്രകാരം ചോദിച്ചു അത്രേ: എൻ്റെ മുരീദുമാർ ആരെങ്കിലും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമോ? നിങ്ങളുടെ പട്ടികയിൽ എൻ്റെ മുരീദുമാരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന മറുപടിയാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയെന്ന്. എന്നിട്ട് മുഹ്യിദ്ദീൻ മാലയിൽ ഒരു വരിയും എടുത്തു കൊടുക്കുന്നു: നരകത്തിൽ നിന്റെ മുരീദ് ആരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: സൂറത്തു ശുഅറായിലെ വ അൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി കുടുംബത്തെയും ബനു അബ്ദു മനാഫിനെയും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെയും സഫിയ റളിയല്ലാഹു അൻഹയെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും വിളിച്ചുകൊണ്ട് താക്കീത് നൽകുന്നതായി കാണാം. അല്ലയോ ഖുറൈശികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളുക. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയില്ല. അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അബ്ദു മനാഫിനെയും വിളിച്ചുകൊണ്ട് പറയുന്നു: അല്ലയോ ബനി അബ്ദു മനാഫ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് ഒന്നും തന്നെ ചെയ്തു തരാൻ സാധിക്കുകയില്ല. അല്ലയോ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലയോ സഫിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ താങ്കൾക്ക് ഒന്നും തന്നെ എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നു: യാ ഫാത്തിമ, എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ചോദിക്കാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും തന്നെ എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്ന്.